ഷിയ വിഭാഗം ഈ ബാങ്കുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞാൽ അശ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ് എന്ന് പറയുകയും ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് കഴിഞ്ഞാൽ ഹയ്യ അലാ ഖൈറുൽ അമൽ എന്ന് വിളിച്ചു പറയുകയും ഈ ബാങ്കുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്ലാമിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തത്വത്തിനപ്പുറം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, തള്ളണം. അത് അങ്ങനെ ഒരു ബാങ്ക് ഇസ്ലാമികമായ ബാങ്കല്ല. എന്തേ പറയുന്നത് കാര്യല്ലേ? അലി അള്ളാഹുവിന്റെ വലിയല്ലേ? 100% സത്യമാണ്. പക്ഷേ പറഞ്ഞ റസ്ഥാനത്തായി പോയി എന്നുള്ളതാണ്. അലി റളിയല്ലാഹു തആല അൻഹു പടച്ചതമ്പുരാന്റെ വലിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമല്ല. അതുകൊണ്ടല്ല അതിനെ എതിർക്കുന്നത്. ഹയ്യ അലാ ഖൈറുൽ അമൽ, ഖൈറുൽ അമലായ ഏറ്റവും നല്ല കർമ്മമായ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ആ പദപ്രയോഗത്തോടല്ല നമുക്ക് എതിർത്ത്. നല്ല കാര്യം തന്നെയാണ് നിസ്കാരം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പദങ്ങൾക്കപ്പുറം വേറൊന്ന് കൂട്ടിച്ചേർക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ലാത്തതുകൊണ്ട് ആ ബാങ്ക് ഇസ്ലാമികമായി പ്രവാചക ചര്യക്ക് വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്ന്, ബാങ്ക് ശുദ്ധിയോടെയായിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാ ബാങ്കിന് ഉളു നിർബന്ധമുണ്ടോ? ഇല്ല. ഉളു ഇല്ലാതെ ഒരാൾ ബാങ്ക് കൊടുത്താൽ ഒരു വിരോധമല്ല. ഉളു ഇല്ലാതെ കൊടുക്കുന്നത് കറാഹത്താണ്, സുന്നത്താണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഉളു ഉണ്ടായിരിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. വേറൊന്ന്, ഖിബിലക്ക് നേരെ ആയിരിക്കണം. ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ബാങ്ക് വിളിക്കേണ്ടത്. ഇനി ഒരാൾ ഖിബിലക്ക് നേരെ അല്ലാതെ വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു കൊടുത്തു പോയെങ്കിലോ ബാങ്ക് ശരിയാകും. നിർബന്ധമല്ല. ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബാങ്ക് ശരിയാവില്ല എന്നില്ല, ബാങ്ക് ശരിയാകും. പക്ഷേ ഒരു ചെയ്യരുതാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു എന്നേ ഉള്ളൂ, കറാഹത്താണ്. പിന്നെ ബാങ്ക് വിളിക്കുന്ന വ്യക്തി കഴുത്തും തലയും ഹയ്യ അലൽ ഫലയും ഹയ്യ അലൽ ഫലയും പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചെയ്യാറുണ്ടായിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത് കാണുന്നു. ഫഅസ്സന ബിലാൽ ഫജഅൽതു അതതബ്ബഉ ഫാഹു ഹാഹുന വഹാഹുന യമീനൻ വശിമാലൻ ഹയ്യ അലൽ ഫലാ ഹയ്യ അലൽ ഫലാ ഫലം യഫ്തദിർ. ശരീരത്താകെ തിരിയേണ്ടതില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചപ്പോൾ ഹയ്യ അലൽ ഫലാ എന്ന് പറഞ്ഞപ്പോൾ വലത്തോട്ടും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇടത്തോട്ടും തന്റെ പിരടിയും മുഖവും തിരിച്ചതായി ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശരീരമൊട്ടാകെ തന്നെ അങ്ങനെ തിരിഞ്ഞു ബാങ്ക് കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല. മുഖം കഴുത്ത് മാത്രം ഇങ്ങനെ തിരിക്കലാണ്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വിരലുകൾ എന്റെ ചെവിക്കുള്ളിൽ വെച്ചു. അതങ്ങനെ വിരലിങ്ങനെ വെക്കലും സുന്നത്താണ് എന്ന് അലി പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, വസ്തഹബ്ബ അഹ്ലുൽ ഉലമായി, പണ്ഡിതന്മാര് അതേപോലെ തന്നെ മുസ്ലിം ലോകത്ത് ഈ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഉലമാക്കൾ ബാങ്ക് വിളിക്കുന്ന അവസരങ്ങളിൽ ഈ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ വിരൽ ചെവിയിൽ വെക്കുന്നത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഒന്നും ചെയ്യാതെ കൈ തൂക്കിയിട്ട് നിന്നാണ് ബാങ്ക് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞില്ല, അത് ബാങ്ക് തന്നെയാവും. പക്ഷേ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബാങ്ക് കേൾക്കുന്ന ആളുകൾ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സമിഅ്തുമുൻ നിദാഅ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായി നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാം വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്നതിൽ പ്രത്യേകം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രത്യേകം തന്നെ ചൊല്ലാൻ ഇമാം മുസ്ലിമും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹിക്ക് വിളിക്കാറുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? ചില ആളുകൾ സദഖത വബരിർത എന്ന് പറയാറുണ്ട്. സലാത്ത് ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ സദഖത വബരിർത എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ്. ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ തൽഖീസ് എന്ന കിതാബിൽ 1-ാം വാള്യം 200 എന്ന് കേൾക്കുമ്പോൾ സദഖത വബരിർത എന്നുള്ള ആ ജവാബ് മറുപടി പറയുന്നതിന് ലാ അസ്ല ലഹാ, ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അത് അങ്ങനെ ചെല്ലുന്നതിന് തെളിവില്ല. അതേപോലെ തന്നെ ചില ആളുകൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ചില പൊള്ളയായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. എന്താണത്? അവർ പറയുന്നൊരു ഹദീസ് ഇങ്ങനെയാണ്, ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് കേൾക്കുകയും ആ സമയത്ത് മർഹബാ മർഹബൻ ബി ഹബീബി വഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുകയും സുമ്മ യുഖബ്ബിലു ഇബ്ഹാമൈഹി അവന്റെ 2
തള്ളവിരലുകളിൽ ചുംബിക്കുകയും എന്നിട്ട് വയജഅലുഹുമാല ഐനൈഹി എന്റെ കണ്ണുകളിൽ ഇങ്ങനെ തുടക്കുകയും ചെയ്താൽ അവനൊരിക്കലും ജീവിതത്തിലൊരിക്കലും അന്ധതയോ ചെങ്കണ്ണോ ബാധിക്കുകയില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും പണ്ഡിതന്മാർ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോഴേക്ക് മർഹബൻ ബിഖുറത്തി ഐനി വബിഹബീബി മുഹമ്മദ് ബിൻ അബ്ദില്ലാ അങ്ങനെ കയ്യിൽ ഊതിയിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ തടവുന്നത് കാണാൻ സാധിക്കും. ഇതിന് അടിസ്ഥാനമില്ല, അനാചാരമാകുന്നു, പുണ്യകർമ്മമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ബാങ്ക് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. ബാങ്കിന് കേൾക്കുമ്പോൾ ഇങ്ങനെ മർഹബാ മർഹബൻ ബിദിക്രില്ലാ മർഹബൻ ബിൽ ഖായിലീന അദ്ലാ മർഹബൻ ബിസ്സലാത്തി അഹ്ലൻ വസഹ്ലാ എന്നൊക്കെ ബാങ്ക് കേൾക്കുമ്പോൾ മർഹബാ മർഹബാ എന്നൊക്കെ തള്ളാരിങ്ങനെ പറയാറില്ല. ചില ആൾക്കാർ ഇങ്ങനെ കാലിൽ തുടമങ്ങനെ കൊട്ടിയിട്ട് മർഹബാ മർഹബാ എന്ന് പറയും ബാങ്ക് കേൾക്കുമ്പോൾ. ഇതൊന്നും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മറുപടികളല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നത് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയാ. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഈ മർഹബ മർഹബ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും ലിസാനുൽ മീസാൻ എന്ന കിതാബിൽ 6-ാം വാള്യം 199-200 പേജുകളിൽ പറയുന്നത് ലാ അസ്ല ലഹു, ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത്. പിന്നെ വേറെ ഇതിൽ ഒരു അനാചാരമാണ് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ബാങ്ക് കൊടുത്ത ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ബാങ്ക് കൊടുത്ത ഉടനെ ബാങ്ക് വിളിച്ച വ്യക്തി ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലുന്നത് ബിദ്അത്താണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഹദീസിൽ ഇദാ സമയത്തുമുൽ മുഅദ്ദിന ഫഖൂലു മിത്ല മാ യഖൂലു സുമ്മ സല്ലു അലയ്യ. ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയണം. സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് ആരോടാ? ബാങ്ക് വിളിക്കുന്നവനോടല്ലത്, കേൾക്കുന്നവനോടാണ്. ബാങ്ക് വിളിക്കുന്നവൻ അത് ബാധകാണെങ്കിൽ അവനും ഓരോന്നും ഒപ്പം പറയണമെന്ന് വരില്ലേ? അതില്ല. അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കാണാം നമ്മുടെ നാട്ടിൽ മൈക്ക് ഓഫാക്കാതെ അതിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് ഇങ്ങനെ ഉറക്ക സ്വലാത്ത് ചൊല്ലണ ഏർപ്പാട്. ഇത് പാടില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കൂടെ തന്നെ ഉടനെ ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ കാര്യത്തിൽ ഇത് വൈലുള്ളതാന്നുള്ള രൂപത്തിലാണ് ആൾക്കാർ ഇത് പറയാറുള്ളത്. അത് അങ്ങനെ ഒരു സ്വലാത്ത് ചെല്ലുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ ഉച്ചത്തിൽ പറയണ്ട. മനസ്സിൽ വേണമെങ്കിൽ പറയാം, പതുക്കെ സ്വലാത്തില്ല ഉറക്കെ തന്നെ ഇത് പറയാം. അത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ അദ്ദുറുൽ മുഖ്താർ, മിർഖാത്തുൽ മഫാത്തിഹ്, ഇബ്നു ഹജറുൽ ഹൈതമി, ഷാഫി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി, അദ്ദേഹത്തിന്റെ ഫതാവയിൽ അങ്ങനെയുള്ള ധാരാളം കൃതികളിൽ ഇങ്ങനെ ഈ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ സലാത്തും സലാമും ചൊല്ലുന്ന ഏർപ്പാട് എതിർക്കപ്പെടേണ്ടതാണെന്നും അത് പുത്തൻ ആചാരമാകുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇഖാമത്ത് കേൾക്കുമ്പോൾ ഇതിങ്ങനെ പറയേണ്ടതുണ്ടോ? അതൊരു സംശയ. ഇഖാമത്തിന് മറുപടി പറയണോ? ഇഖാമത്ത് കേൾക്കുമ്പോൾ മറുപടി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇഖാമത്ത് കേൾക്കുമ്പോൾ ഒന്നും പറയാനില്ല. എന്നാൽ ചില ആൾക്കാർ ഖദ്ഖാമത്തി സ്വലാത്ത് ഖദ്ഖാമത്തി സ്വലാ എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു അദാമഹ എന്ന് പറയാറുണ്ട്. അതിനും അടിസ്ഥാനമില്ല. അഖാമഹല്ലാഹു അദാമഹ എന്ന് മറുപടി പറയുന്നതിന് ഹദീസുകളിൽ അടിസ്ഥാനമില്ല. അപ്പൊ അതും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ഇതാണ് കഴിയുമ്പോൾക്ക് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് റഹ്മുക റഹ്മുകല്ലാഹ് ഇവിടെ ഓരോരുത്തർ പള്ളികളിൽ പല രൂപത്തിൽ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. ഇമാമിനോട് അത് അങ്ങനെ ആക്കലും ഇപ്പം മറ്റതും ഇതങ്ങനെ പറയലും മറ്റത് പറയലും ഓരോ പദത്തിനും അങ്ങോട്ട് ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്ന സമ്പ്രദായം. ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നിയത് നല്ലതാണെന്ന് വിചാരിച്ച് ഓരോരുത്തർ ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന പ്രാർത്ഥനകളിലും മറുപടി പറയുന്നതിലും ഇത് നമുക്ക് കാണാൻ സാധ്യമല്ല.